ഒന്നും പറയാനില്ല, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഈ സമയത്ത് ഇവിടെ. വേലും പിന്നെ മുരുകൻ്റെ മുരുക എന്നുള്ള പേരും ഇല്ലേ. പഴനിയിലെത്തിയാൽ ഞങ്ങൾക്കിപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കേട്ടോ കുതിരവണ്ടി യാത്ര. നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യാം. നമ്മളിപ്പോൾ ഉള്ളത് പഴനിയിലാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു 4:30 എത്തിട്ടോ പഴനി. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നത് എങ്ങനെയാന്ന് വെച്ചാല് രാവിലെ കുറ്റിപ്പുറത്തുനിന്ന് 8:50 എടുക്കുന്ന കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസിനാണ് വന്നത്. കോയമ്പത്തൂരിൽ നിന്ന് ആ ട്രെയിൻ തന്നെ നേരിട്ട് പഴനിയിലേക്കാണുള്ളത്. പഴനിയിലേക്കല്ല, മധുരയ്ക്കാണ്. അപ്പൊ ആ ട്രെയിനാണ് ഞങ്ങൾ വന്നത് കേട്ടോ. ഈ ട്രെയിനിൽ പിന്നെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യാം. 8:50 കുറ്റിപ്പുറത്തുനിന്ന് എടുത്ത ട്രെയിന് 1 മണിയുടെ മുന്നേക്കെ ആയിട്ട് കോയമ്പത്തൂർ എത്തും. പിന്നെ അവിടെ നിന്ന് ഇതേ സെയിം ട്രെയിൻ തന്നെയാണ് നമ്മൾ പഴനിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേഷനിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങി നമ്മൾ ട്രെയിനിൽ ഇരുന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. ഏകദേശം 2:30 ആകുമ്പം കോയമ്പത്തൂർ മധുര ഇൻ്റർസിറ്റി ആയിട്ട് ഈ ട്രെയിൻ അവിടെ നിന്ന് പുറപ്പെടും. എന്നിട്ട് ഒരു 4:30 കൂടെ നമ്മൾ പഴനിയിലെത്തും. നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്ത കാരണം സ്റ്റേഷനിൽ വന്നിട്ട് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല. നമ്മൾ വരുമ്പോൾ തന്നെ ഫോണിൽ ബുക്ക് ചെയ്തു. പഴനി റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ വരവേൽക്കാനായിട്ട് അവിടെ കുറേ കുതിരവണ്ടിക്കാരുണ്ടാവും കേട്ടോ, അതുപോലെ കുറേ ഓട്ടോക്കാർ. പഴനിയിലെത്തിയാൽ ഞങ്ങൾക്കിപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കേട്ടോ കുതിരവണ്ടി യാത്ര. കുതിരവണ്ടിയിൽ പോകുമ്പോൾ ദൂരെ നിന്ന് പഴനിമല ഇങ്ങനെ മുഴുവനായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. അത് കുതിരവണ്ടിയിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീല് കിട്ടുള്ളൂ. അങ്ങനെ 5 മണിയാകുമ്പോഴേക്കും നമ്മളിവിടെ എത്തി. ആദ്യം തന്നെ റൂം എടുത്തു കേട്ടോ. അപ്പോൾ പഴനിമലയുടെ അടുത്താണ് കേട്ടോ നമ്മുടെ റൂം. തൊട്ട ആ കവാടത്തിൻ്റെ അടുത്താണ്. ഞാൻ കാണിച്ചൊരു കാഴ്ച. ജനലിലൂടെ നോക്കിയാൽ നമുക്ക് പഴനിമല കാണാൻ പറ്റും കേട്ടോ. നമുക്ക് ക്യാമറയിൽ അടുത്തായിട്ട് തോന്നില്ല, പക്ഷെ റൂമിൽ നോക്കുമ്പോൾ നമുക്ക് തൊട്ടടുത്തായിട്ടാണ് മല വരുന്നത് കേട്ടോ. പഴനിമലയിൽ ആ മുരുകൻ്റെ വേലും മുരുകാന്ന് എഴുതിയ ആ വീടും ഒക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇന്നിവിടെ ഒരു വിശേഷപ്പെട്ട ദിവസമാണ്, ശൂരസംഹാരത്തിന്റെ ദിവസമാണ് കേട്ടോ. ഇന്ന് മുരുകൻ ശൂരനെ നിഗ്രഹിച്ച ദിവസമാണ്, ഇന്ന് സംഹരിച്ച ദിവസം. അപ്പൊ അതിന്റെ തിരക്കൊക്കെ ഉണ്ട് ഇവിടെ. ഇന്നിവിടെ എത്തിപ്പെടാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ. പിന്നെ ഇവിടെ താഴത്ത് തന്നെ ബാലസുബ്രഹ്മണ്യന്റെ ഒരു തിരുക്കോവിലുണ്ട് കേട്ടോ. അതിനെന്താ പറയാ, തിരുവാവിനംകുടി തിരുക്കോയിൽ എന്നാണ് അതിന് പറയാ. അപ്പം ശരിക്കും പഴനിമലയിൽ വന്നു കഴിഞ്ഞാൽ ബാലസുബ്രഹ്മണ്യനെ തൊഴുത് കഴിഞ്ഞിട്ടാണ് മല കയറാന്ന് പറയാറുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഒന്ന് പോയി തൊഴണം. അപ്പൊ ആദ്യം നമ്മൾ റൂം എടുത്തിട്ട് ആണിപ്പോ ഇനിയിപ്പോ പോയി കുളിച്ച് നമ്മൾ ഇൻട്രോ ചെയ്യാനും പിന്നെ ഈ ഒരു സംഭവം ഇപ്പൊ ഇതിലെ 1-2 വരവൊക്കെ പോയി. എന്താണ് അതിന് പറയാന്ന് നമുക്കറിയില്ല. വേല് കൊണ്ടുള്ള വേല് മുരുകന്റെ വേല് കൊണ്ട് പോയതാണ് തോന്നുന്നു. അങ്ങനെ എന്തൊക്കെ പരിപാടികളാണ് ഇപ്പൊ കഴിഞ്ഞത്. അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങിയതാണ്, റൂമിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇനിയിപ്പോ മേലെ കയറിയിട്ട് റൂമിലേക്ക് കയറിയിട്ട് കുളിച്ച് ഇവിടെയാണ് അമ്പലം കേട്ടോ. അമ്പലത്തിൽ പോയി തൊഴുതിട്ടൊന്ന് വരാം, പിന്നെ ഗിരിവലം വെക്കാം. ഇതൊക്കെയാണ് ഇപ്പൊ ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് കേട്ടോ തിരുവാവിനൻകുടി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം. ഇത് ബാലസുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ കയറി തൊഴുതിന് ശേഷമാണ് മേലെ പഴനിമല മുരുകനെ പോയി കാണേണ്ടതെന്നാണ് പറയുന്നത്. അങ്ങനെ എന്തോ ഒരു ഐതിഹ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ അങ്ങനെയാണ് കേട്ടോ വിശ്വസിക്കുന്നത്. സാധാരണ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒക്കെ ഈ അമ്പലം തുറന്ന് ഇരിക്കുന്ന സമയമാണ് ഇപ്പോൾ. പക്ഷെ ഇന്ന് ശൂരസംഹാരത്തിന്റെ ഭാഗമായിട്ട് ഇവിടെയും അടച്ചിട്ടുണ്ട്. അതുപോലെ മേലെയും നട അടച്ചിട്ടിരിക്കുകയാണ്. വൈകുന്നേരത്തെ എന്തോ പൂജ കഴിഞ്ഞതിന് ശേഷം അടച്ചതാണ്. ഇനി നാളെ തുറക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് വൈകുന്നേരം തന്നെ ഇവിടെ അമ്പലത്തിൽ കയറാം, തൊഴാം. ഈ താഴെ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും തൊഴാം, അതുപോലെ തന്നെ മേലെയും കയറാം എന്നാണ് വിചാരിച്ചത്.
അതുപോലെ തങ്കരഥമൊക്കെ കാണാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ശൂരസംഹാരത്തിൻ്റെ ആഘോഷം ഉണ്ടാവുമെന്നും അതിൻ്റെ പ്രത്യേക പൂജകൾ ഉണ്ടാവുമെന്നൊക്കെ അറിയുമെങ്കിലും ഇങ്ങനെ നട അടച്ചിടുന്നുള്ള കാര്യം നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും പിന്നെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ കയറി. പിന്നെ നമ്മൾ വേഗം റൂമിൽ പോവാം, എന്നിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ ഒന്ന് പുറത്തിറങ്ങാം, പറ്റുമെങ്കിൽ ഒന്ന് ഗിരിവലം വെക്കാം, പിന്നെ കുറേ വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ കരുതിയതായിരുന്നു. പക്ഷേ നമ്മൾ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മളെ ലോഡ്ജിലെ റിസപ്ഷനിൽ ഇരിക്കുന്ന ചേട്ടൻ പറഞ്ഞു ഇപ്പോൾ അവിടെ ശൂരസംഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് കണ്ടോളൂ, അത് കാണുന്നത് നല്ലതാണ്, നല്ലതായിരിക്കും, പോയി കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കുളിച്ചൊക്കെ വരുമ്പോഴേക്കും അത് കഴിയും, 8 മണി വരെയാണ് അത് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ കുളിക്കാനൊന്നും നിൽക്കാതെ വേഗം പഴനിമല കയറുന്ന എൻട്രൻസിലേക്ക് പോയി. അവിടെ നിന്നാണ് അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നാണ് കേട്ടോ ആ ഒരു സംഭവം കൊണ്ടുപോയതെന്ന് തോന്നുന്നു. പഴനിമലയ്ക്ക് അടുത്തുള്ള ഊരുമണ്ഡപം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ നിന്ന് മുരുക വിഗ്രഹം കൊണ്ടുവന്നിട്ട് മയിൽവാഹനത്തിൻ്റെ പുറത്ത് ഈ വിഗ്രഹം വെച്ച് കുറേ പൂമാലകളൊക്കെ ചാർത്തി ഈ പഴനിമല മുഴുവനായിട്ട് ഗിരിവലം വെക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത്. ഒന്നും പറയാനില്ല, ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഈ സമയത്ത് ഇവിടെ. ഈ ശൂരസംഹാരം നടക്കുന്ന ദിവസം തന്നെ ഇവിടെ വന്നെത്താൻ പറ്റിയതിൽ ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. ഞാനൊരു മുരുകഭക്തയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ദിവസം ഇവിടെ വന്നെത്താൻ പറ്റിയതിൽ ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. നമ്മളെടുത്ത റൂം ഇതാണ്ടോ, ശരണം മഹൽ. ഇവിടെ തന്നെ ഈ ഫ്രണ്ട് കവാടം, നമ്മള് പഴനിമല സ്റ്റെപ്പ് കയറുന്ന ഫ്രണ്ട് കവാടത്തിന്റെ അടുത്ത് തന്നെ കേട്ടോ, അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള നല്ല കുഴപ്പമില്ലാത്ത റൂമാണ് കേട്ടോ, നല്ല റൂം, ഒരുപാട് റൂംസും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ റൂമിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രസാദം പോലെ ഇങ്ങനെ എന്തോ കൊടുക്കുന്നത് കണ്ടു. അപ്പോൾ ഞാനും അത് ക്യൂ നിന്ന് അത് വാങ്ങി കേട്ടോ. ബിരിയാണി ഇത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. നല്ല ഇഷ്ടമായിട്ടോ. ഇന്ന് നമ്മള് വരുമ്പോ രഘുവിന് വെജിറ്റബിൾ ബിരിയാണി വാങ്ങിക്കൊടുത്തു, പക്ഷെ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാ. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ മഴ പെയ്തപ്പോൾ നമ്മൾ ഗിരിവലം വെക്കാൻ നിൽക്കാതെ 1-2 സാധനങ്ങളൊക്കെ രഘുവിന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാണ് കടയിൽ. ഇത് വീടല്ലാത്തതൊക്കെ ഉണ്ട്, അതൊക്കെ നല്ലൊരു അതിനേക്കാൾ നല്ല ഇതല്ലേ. ഇതൊക്കെ 10 രൂപ. നമ്മള് ഇതൊന്നും തമിഴ്നാട്ടുകാർക്കൊക്കെ ഇത് നല്ലതാണ് കേട്ടോ, 10 രൂപേന്റെ വളങ്ങളാണ് ഇതൊക്കെ. ഇത് രഘുവിന് ഒരു കളിക്കണ ഒരു ഇങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു സാധനം വാങ്ങിയിട്ടാ. പിന്നെ ഒരു കീച്ചെയിൻ, നമ്മുടെ മുരുകന്റെ ഓം വേൽ, അത് മാത്രമേ വാങ്ങിയുള്ളൂ. ഇനിയും പർച്ചേസിങ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ നടക്കുകയാണ്, നമ്മള് ഗിരിവലം വെക്കണം. അപ്പൊ ആ വെക്കുന്നോട് കൂടെ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ വാങ്ങാന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ ഈ ശൂരസംഹാരം കഴിഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യുന്നാണ് പറയുന്നത് കേട്ടാ. അപ്പൊ ആ സമയം തൊട്ടിട്ട് 8 മണിക്ക് ഇവിടെ അത് സമാപനം ഉണ്ടായിരുന്നു. ശൂരസംഹാരത്തിന്റെ ആ ഒരു ഗിരിവലം വെക്കല് ഇവിടെ അവസാനിച്ചിരുന്നു. അപ്പൊ ആ സമയത്ത് തുടങ്ങിയ മഴയാണ് കേട്ടോ. നമ്മൾ ഇവിടെ ഒക്കെ ഒന്ന് ഇറങ്ങി നടക്കാന്നൊക്കെ കരുതി വന്നപ്പോ അപ്പൊ തുടങ്ങിയ മഴയാണ്. അപ്പൊ രഘുവിന് ഒരു തൊപ്പിയൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു. ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഗിരിവലം വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇനി മഴച്ചാറിൽ കൊണ്ടുകൊണ്ട് ഇത്രയും കിലോമീറ്റർ നമ്മൾ ചുറ്റി വരുമ്പോഴേക്കേ നമ്മൾ തൽക്കാലം അതങ്ങോട്ട് മാറ്റി വെച്ചു. അയ്യോ മഴ കൂടി നല്ല മഴ പെയ്ത് നമ്മുടെ പ്ലാനൊക്കെ തെറ്റിയപ്പോൾ പിന്നെ ഇനി ഏതായാലും വെറുതെ നിന്ന് സമയം കളയണ്ടെന്ന് കരുതി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഞാൻ പറഞ്ഞ തിരുവാവിനാൻകുടി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള ശരവണഭവ ഹോട്ടലിലാണ് കേട്ടോ നമ്മൾ കയറിയത്. പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ. കുറച്ച് റേറ്റും ഉണ്ട്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ.
ദോശയൊക്കെ നമ്മളെപ്പോഴും നെയ് റോസ്റ്റ് ആയാലും മസാല ദോശ ആയാലും ഒക്കെ നമ്മൾ നാട്ടിൽ നിന്ന് എപ്പോഴും കഴിക്കുന്നതാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ പൂരി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പൂരിയും അതിൻ്റെ കൂടെ ബാജിയും കഴിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പൂരിയും ബാജിയാണ് ഞാനും മോളും കൂടെ കഴിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചായ ഒക്കെ കുടിച്ച് നമ്മൾ വന്നപ്പോഴേക്ക് ഇവിടെ ഫ്രണ്ട് എൻട്രൻസിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ മയിൽ വാഹനത്തിൻ്റെ മുകളിൽ മുരുകഭഗവാന്റെ ഭാര്യമാരായ വള്ളി ദേവയാനിമാരുടെ വിഗ്രഹം വെച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്താ സംഭവം എന്നൊന്നും അറിയില്ല. അത് അവിടെ വിഭൂതി പ്രസാദമായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും അത് വാങ്ങി, ഞാനും മോളും ഏട്ടനും ഒക്കെ അത് തൊട്ടു. അതാണ് കേട്ടോ എൻട്രൻസ്. നമ്മുടെ മലയിലേക്ക് കയറുന്ന സ്റ്റെപ്പ് കയറുന്ന എൻട്രൻസ് ആണ് അത്. ആ എൻട്രൻസിന്റെ ലെഫ്റ്റ് സൈഡാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഇതാ ആ കാണുന്ന ഈ എൻഡിലായിട്ടാണ് മുണ്ടന മണ്ഡപം. ആ ലൈറ്റ് ഒക്കെ കാണുന്ന അവിടെ കേട്ടോ. ഇതാണ് പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് നടന്നാൽ മതി. അവിടെ മുണ്ടന മണ്ഡപം കാണാം കേട്ടോ. അവിടെയാണ് മുടി മൊട്ടയടിക്കുന്നത്. അവിടെ തന്നെ ബാത്റൂമും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. കുളിക്കാനും അങ്ങനെയുള്ളതിനൊക്കെ. മുടി മൊട്ടയടിച്ചു കഴിഞ്ഞാൽ കുളിക്കണം എന്നാണ് പറയുക. ഇവിടൊക്കെ ഷോപ്പൊക്കെ അടച്ചിട്ടാ. ഇപ്പോഴാണ് ഞങ്ങളൊന്ന് ശരിക്കൊന്ന് ഇറങ്ങി നടക്കുന്നത് കേട്ടോ. കാരണം നേരത്തെ നല്ല മഴയായിരുന്നു. 8 മണിക്ക് തുടങ്ങിയ മഴ. 8 മണിക്ക് തുടങ്ങിയിട്ട് 9:30 വരെ മഴയായിരുന്നു. അപ്പൊ നമ്മള് ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലെങ്കിൽ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോയി കിടക്കാം, നാളെ രാവിലെ നീക്കാന്നൊക്കെ കരുതി ഫുഡ് കഴിക്കാൻ കയറി. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും മഴയും മാറി, ആളുകളും കുറഞ്ഞു. നല്ല ഒരു എന്താ പറയാ, നല്ലൊരു അന്തരീക്ഷം. ഫ്രീ സമയം 10:15 കേട്ടോ. ഇതാണ് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാ കാണാം. അവിടെ എൻട്രൻസ് കാണാം കേട്ടോ. എൻട്രൻസിന്റെ ലെഫ്റ്റ് സൈഡ് അല്ലേ? ലെഫ്റ്റ് സൈഡിലാണ് ഈ മുടി മുണ്ടന മണ്ഡപം വരുന്നത്. മഴ പെയ്ത കാരണം ആകെ റോഡൊക്കെ ആകെ വെള്ളമാണ് കേട്ടോ. ഞങ്ങളാണെങ്കിൽ ചെരുപ്പൊന്നും ഇടാതെ ഇറങ്ങിയത്. പക്ഷെ ആദ്യത്തെ പഴനി അല്ല കേട്ടോ. അപ്പൊ ആദ്യമൊക്കെ ആകെ വൃത്തികേടായിട്ട് നമ്മള് ചെരുപ്പും കൂടെ ഇട്ടിട്ടില്ല. ഇപ്പം അത്യാവശ്യം നല്ല വൃത്തിയിൽ, മഴ പെയ്ത് നനഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, നല്ല വൃത്തിയിൽ ഇപ്പൊ കൊണ്ട് നടക്കണ്ട കേട്ടോ. പഴയ പോലെ അല്ല ഇപ്പൊ പഴനി. പക്ഷെ വീഡിയോയില് കണ്ടിരുന്നു ഇവിടെ ഈ ഇങ്ങനത്തെ കച്ചവടക്കാരൊക്കെ ഒഴിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ. അവര് നമ്മളെങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കട്ടോ. പക്ഷെ സംഭവം ഒരവസ്ഥ നമുക്ക് പാവം തോന്നും. ചിലവരുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് പാവം തോന്നും. ഇങ്ങനെ ചിലവര് നമ്മളെ സഹതാപം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും സംസാരിക്കുക. ഒന്ന് വാങ്ങ ചേച്ചി, അല്ലെങ്കിൽ ഒന്ന് വാങ്ങ ഏട്ടാ, ഇന്നൊന്നും നടന്നിട്ടില്ല, ഒന്നും പിന്നെ വ്യാപാരം പണിയിട്ടില്ല, ഒന്ന് വാങ്ങ ചേച്ചി, ഫുഡ് കഴിക്കാനാണ്, പൈസ ഇല്ല, ഇങ്ങനെയൊക്കെ ചിലവര് പറയുന്നത് സത്യം ഉണ്ടായിരിക്കാം. പക്ഷെ ഈ സത്യം അല്ലാത്തതും ഉണ്ടായിരിക്കാം. എല്ലാരും ഇങ്ങനെ വന്ന് പറയുമ്പോ നമ്മളെങ്ങനെ എല്ലാവരുടെ അടുത്തുനിന്ന് വാങ്ങാൻ നമ്മളെ കയ്യിലും പൈസ വേണ്ടേ? ഞാൻ പറഞ്ഞ മുണ്ടന മണ്ഡപത്തിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡ് നടന്നു കഴിഞ്ഞാൽ ഇവിടെ ATM ഉണ്ട്. SBIന്റെ ATM ഉണ്ട്. ദണ്ഡായുധപാണി സ്വാമി ദേവസ്വം പ്രധാന ഓഫീസ്. അതിന്റെ മുകളിൽ നോക്കാൻ ഒരു ലൈറ്റ് ചേർത്തണ്. എന്താ ലൈറ്റ് അല്ല, എന്താ വെളിച്ചം? തീയിട്ടതാണോ? ലൈറ്റ് ആണത്. ഇടുമ്പൻമല. എത്ര മണിക്ക്? 7:30. ഇവിടുന്ന് എത്ര കിലോമീറ്റർ അങ്ങോട്ട്? എത്ര കിലോമീറ്റർ? ശരിയാ. ഇല്ല 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 ഇല്ല. ഇതോടക്കെ എവിടെ ടൈം എടുക്കും അങ്ങ് കേറി? എത്ര 20 minutes. 20 minutes കാലത്ത് 9:15 ട്രെയിന് പോകുന്നു. ശരി, അതിന് പിന്നെ ഇവിടെ കേറി ഇറങ്ങണം. ഇന്ന് കേരളയാ? ഇന്ന് ഇല്ല പറഞ്ഞു. വൈകിട്ട് ഇപ്പൊ ഓപ്പൺ ആകും. പോണ വേഗം പോയിട്ട് 2 ആളാ ഇപ്പൊ പോതാ சொல்லு പറയാ. രാവിലെ പോവാം, കാലയിൽ പോവാം, നേരത്തെ പോവാം. എപ്പോഴാ ഓപ്പൺ അവിടെ? 5:45 ഓപ്പൺ ആവും.
இது அலங்காரம் பண்ணாம, ആ இது அலங்காரம் பண்ணி. അലങ്കാരം പോലെ. இது இது அந்த மலை, இது இந்த மலை. ആ, ഈ മല. രണ്ട് മല. ആ. 2 மலை காவடி மலை எடுத்து. ആ ഓ അത് ശരി. இது இப்போ நீங்க போக பார்க்கும்போது இதுதான் இப்படிதான் இருக்கும். ആ ആ இப்படிதான் അല இருக்கும். ആ ആ ഇപ്പൊ അലങ്കാരം പണിട്ട് ഇരിക്ക. ஆமா, பண்ணி வச்சிருக்கும். ആ ആ കാലയില് പോയ കാണുമ്പോ. இது இப்படி பார்க்க முடியாது. ആ ഓ இப்படி பார்க்க முடியாது. இப்படி வேணா பார்க்கலாம். ആ ആ நார்மலா முண்டு இருக்காது. ആ முண்டு இருக்காது. இது கிருத்திய தோஷம் இல்ல, கிருத்திய நட்சத்திரம். ആ കൃത്യം. அது அந்த நட்சத்திரம் தான் இப்போ அலங்காரத்தில் இருக்கும். ആ ശരി. ഇപ്പൊ അവിടെ ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ? இப்போ ஆளுங்க செக்யூரிட்டி ஒரு சிங்கிள் ആ 2% மேல இருக்கு. ശരി. ശരി എന്നാ. ஓகே. இல்லைன்னா அம்பலம் போனோம்னா போட்டு இல்லைன்னா படிக்கிற இதுல ആ இங்க ஒரு மலை இருக்கு. അതെ. இதே பெருசா இருக்கு 9 ஹைட் ஹைட் வரும். ஆசாமி ആ அங்க கண்டா ஹைட் வரும். அங்க ചെറിയ இங்க படியில இருக்குல்ல, ആ அது போறோட ചെറിയ സായത്. അതെ അല്ലേ? ആ അറിയാം. ആ ആ ശരി ശരി. അവിടെ ഇവിടെ മല കയറുമ്പോ പഴനിമല ആ പോണ വഴിക്ക്. ആ போற வழிக்கு மலண்டா ആ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ശരി. ശരി. അതെ, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പം അങ്ങനെ അങ്ങോട്ട് ക്യാമറയിൽ നമുക്ക് കാണാൻ പറ്റില്ല. മേലെ ഒരു മലേന്റെ മുകളിലായിട്ട് ഇങ്ങനെ വെളിച്ചം കാണുന്നത്, അതായത് നമ്മുടെ ശബരിമലയിലൊക്കെ മകരവിളക്ക് കാണുന്ന പോലെ ഒരു വിളക്കിന്റെ വെളിച്ചം ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ജിനേട്ടൻ എനിക്കതിങ്ങനെ കാണിച്ചു തന്നതാണ്. അവിടെ നോക്കൊരു ലൈറ്റ് വിളക്ക് കത്തണ പോലെ ഇങ്ങനെ ലൈറ്റ് എന്തോ കത്തുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തന്നതാ. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ പഴനി ദേവസ്വത്തിന്റെ ഓഫീസിലെ സെക്യൂരിറ്റിയാണ് തോന്നുന്നത്. ആ ഏട്ടൻ നമ്മളോട് കാര്യമായിട്ട് കുറെ സംസാരിച്ചു കേട്ടോ. അത് ഹിഡുമ്പൻ മലയാണ്, ഹിഡുമ്പൻ മലയിലെ വെളിച്ചാണ് ആ കാണുന്നത്. എത്ര സ്റ്റെപ്പ് പറഞ്ഞല്ലോ? 560 അങ്ങനെ എന്തോ സ്റ്റെപ്പ് കണക്ക് പറഞ്ഞ്. അത്രയും സ്റ്റെപ്സ് ഉണ്ട്. രാവിലെ പോയാൽ കാണാൻ പറ്റും. കണ്ടിട്ടുണ്ടോ? അതാ വെളിച്ചം കാണുന്നുണ്ട് കേട്ടോ. ഇതാ ഇവിടുന്ന് കാണുന്നുണ്ട്. പക്ഷെ ഈ ലൈറ്റിന്റെ കാരണം, ഈ ലൈറ്റിന്റെ അടിയിൽ കണ്ടൊരു മഞ്ഞപ്പൊട്ട് കണ്ടാ. ഇത്ര അടുത്താണ്, പഴനിമലയുടെ ഇത്ര അടുത്താണെന്നുള്ളത് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പൊ നാളെ പറ്റിയ കാണാം. 7:30 തുറക്കുന്നാണ് പറഞ്ഞത്. അതാ ഇവിടുന്ന് സൂപ്പറായിട്ട് കാണുന്നുണ്ട്. ഇതിനായിട്ട് അങ്ങോട്ട് നോക്കി കണ്ടാ. ഇടുമ്പൻമലയിലെ അമ്പലത്തിലെ വിളക്കാണ് അത് എന്നാ പറയുന്നത്, ലൈറ്റ്. അപ്പൊ ഇവിടുന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ, ഓട്ടോയ്ക്കൊന്നും പോകണ്ട. അവര് കാണിച്ചു തന്നു, ഇതിലേ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു എൻട്രൻസ് ഉണ്ട്, അതിലേ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ നാളെ ഇന്ന് നമ്മളെ പരിപാടി ഒന്നും പ്ലാനിങ് ഒന്നും നടന്നില്ല. ഇന്ന് ഞാൻ ആ തിരുക്കോയിലില്ലേ, നമ്മളെ ബാലസുബ്രഹ്മണ്യന്റെ തിരുക്കോയിൽ, അവിടെ പോയിട്ട് തൊഴുതിട്ട് മല കയറണം, പഴനിമല കയറണം, സ്റ്റെപ്പ് വഴി കയറണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ താഴെ ഗിരിവലം വെക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. എന്നിട്ട് പിന്നെ നാളെ രാവിലെ വേഗം വിഞ്ചില് പെട്ടെന്ന് മല കയറിയിട്ട് രാവിലത്തെ ദർശനം, ഭഗവാനെ രാവിലെ ഒന്ന് കണ്ടിട്ട് തിരിച്ച് വേഗം വന്നിട്ട് ഹിഡുമ്പൻ മലയിലൊന്ന് പോകണം എന്നൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ ഇന്ന് മഴ ആയ കാരണം, ഇന്ന് മറ്റേ ക്ഷൂരസംഹാരം ആയ കാരണം നമ്മൾ ഈ വിചാരിച്ച പ്ലാൻ ഒന്നും നടന്നില്ല. പിന്നെ നമ്മൾക്ക് ഉറക്കം വരുന്നുണ്ട്. ഉറക്കമൊന്നും വരുന്നില്ല, നല്ല സൂപ്പറായിട്ട് ട്രെയിനിൽ കിടന്നുറങ്ങി. കോയമ്പത്തൂരിന്ന് നല്ല വെജിറ്റബിൾ ബിരിയാണി ഒക്കെ വാങ്ങി കഴിച്ച് പഴനിയിലേക്കുള്ള ട്രെയിൻ എടുത്ത് ഒരു സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴേക്കും ചെയ്തു നല്ല ഉറക്കിലായി. പിന്നെ ഇവിടെ എത്തണ വരെ സൗജന്യ ലിഫ്റ്റ് ലഭ്യമാണ് മുതിർന്നവർക്കുള്ള റോപ്പ് കാർ സ്റ്റേഷൻ. റോപ്പ് കാർ സ്റ്റേഷൻ അല്ല, ഇത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. റോപ്പ് കാറിൽ ഇറങ്ങിയ കുറെ നടക്കാണ്ടല്ലോ അല്ലേ. അപ്പൊ ഇതാണ് റോപ്പ് കാർ സ്റ്റേഷൻ കേട്ടോ. ഏകദേശം ഈ പഴനിമലേന്റെ ഏകദേശം ബാക്ക് ഭാഗത്ത് എത്തണം. വിഞ്ച് റെയിൽ സ്റ്റേഷൻ ഇവിടെ ഉണ്ടോ? കൊടൈക്കനാൽക്ക് പോകുന്ന റൂട്ട് ഇതാ. പഴനിന്ന് കൊടൈക്കനാലിലേക്ക് പോണ റൂട്ടാണ് ഇത്. ഇപ്പോഴും ഉണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണല്ലേ കൊടൈക്കനാൽ റൂട്ട്. പഴനിന്ന് കൊടൈക്കനാൽ പോണ റൂട്ട്. നോക്കട്ടെ, ഇവിടെ ക്ലോസ് ആണ്. രാവിലെ ഓപ്പൺ ആവുണ്ടാവൂലേ. വിഞ്ച് പോണ റെയിൽ ആ റൂട്ടാണ് കേട്ടോ. ഈ കാണുന്ന ലൈറ്റ്സ് മേലേക്ക്
വിഞ്ച് പോണ റൂട്ടാണ്. അപ്പൊ നമ്മൾ ഏകദേശം എത്തി തുടങ്ങി കേട്ടോ. വിഞ്ച് സ്റ്റേഷന്റെ അവിടെ എത്തി. വിഞ്ച് സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മളെ എൻട്രൻസിന്റെ സ്റ്റെപ്പ് കയറുന്ന എൻട്രൻസിന്റെ, അതായത് പഴനിമല സ്റ്റെപ്പ് കയറുന്ന എൻട്രൻസിന്റെ റൈറ്റ് സൈഡിലാണ് വിഞ്ച് സ്റ്റേഷൻ. അപ്പൊ നമ്മൾ ഏകദേശം ഫ്രണ്ട് ഭാഗത്ത്, അതായത് സ്റ്റാർട്ട് ചെയ്ത ഭാഗത്ത് എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല തിരക്കുള്ള സമയത്ത്, സീസൺ സമയത്തൊക്കെ ഇവിടെ ഒക്കെ ക്യൂ ഉണ്ടാവും കേട്ടോ. ക്യൂ നിൽക്കുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള ചെയറൊക്കെ ഉണ്ട്. ഇതിലൊക്കെ ക്യൂ ആയിരിക്കും സീസൺ സമയത്ത് വരുമ്പോട്ടോ. ഇനിയിപ്പോൾ അതാ ഈ സീസൺ ആവാറായി. നമ്മുടെ സ്വാമിമാരുടെ വൃശ്ചിക മാസം പറന്നു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും കേട്ടോ ഇവിടെ. കഴിഞ്ഞ ഇയറിൽ നമ്മൾ വന്നത് വൃശ്ചിക മാസത്തിലാണ്. അപ്പൊ നല്ല തിരക്കായിരുന്നു. റെയില് കാണുന്നുണ്ട് കേട്ടോ. അതിലെ ആരോ ഇറങ്ങി വരുന്നുണ്ടല്ലോ വിഞ്ചിന്റെ അതില്. കണ്ടാ അതിലെ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുവേ. എന്റെ അമ്മോ, അത് കുഴപ്പമില്ല തോന്നുന്നല്ലേ. പിന്നെ ഇവിടുത്തെ ഹോസ്പിറ്റൽ, പഴനിമലയിലെ ഹോസ്പിറ്റലാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ രാവിലെ വിഞ്ചിൽ കയറാൻ വേണ്ടിയിട്ട് വന്ന് നോക്കുമ്പോൾ ഭയങ്കര തിരക്ക്. ഞങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങനെ ക്യൂ കാണുന്നത് കേട്ടോ. മണ്ഡലമാസത്തിൽ നമ്മൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. കഴിഞ്ഞ തവണ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അപ്പം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഒരാഴ്ചയും കൂടെ അല്ലേ ഉള്ളൂ മണ്ഡലമാസം തുടങ്ങാനേ. അപ്പം അതിന് മുന്നേ നമ്മൾ തിരക്കിട്ട് വന്നതാണ് കേട്ടോ. വേഗം വന്ന് പോവാന്ന് കരുതിയിട്ട്. ഇവിടെ ഒരു കോയിലുണ്ട്. ഇവിടെ ഒക്കെ ആളുകൾ കടന്നിറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെതാ നമ്മള് ഫ്രണ്ട് കവാടത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ആ എൻട്രൻസിന്റെ അടുത്തേക്ക്. ഗിരിവലം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഗിരിവലം കംപ്ലീറ്റ് ചെയ്ത് രാത്രി തന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. രാവിലെ അതിനൊന്നും പറ്റില്ല, നേരം കിട്ടില്ല. അപ്പൊ ഗിരിവലം വെക്കണം, എത്തവണ എന്തായാലും ഗിരിവലം വെക്കണം എന്ന് വിചാരിച്ചായിരുന്നു. അപ്പൊ ഗിരിവലം വെക്കാൻ പറ്റൂലേന്ന് കരുതിയിരുന്നു. അപ്പൊ അത് ഏതായാലും കംപ്ലീറ്റ് ചെയ്തു. മഴയൊക്കെ പെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ എന്ത് പറ്റി ഇങ്ങനെ ഒരു മുടക്കം എന്നൊക്കെ. അപ്പൊ അത് ഏതായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് സ്ഥലത്ത് ഈ ഭക്തർക്കുള്ള വെയിറ്റിംഗ് ഷെഡ് കുറെ സ്ഥലത്ത് നമ്മളിപ്പോ ഇങ്ങനെ കറങ്ങി വന്നപ്പോ കണ്ടു. ഇതൊക്കെ ഇപ്പൊ ഈ രാത്രി നടന്ന കാരണം ഇതൊക്കെ ശ്രദ്ധിച്ചു നമ്മള്. പിന്നെ ഈ രാത്രി ആയ കാരണം ശ്രദ്ധിക്കാത്ത കുറെ സ്ഥലമുണ്ട്. അപ്പൊ നമ്മള് ഫ്രണ്ടിൽ എത്തിയിട്ട് അപ്പൊ സമയം 11 മണി. നമ്മൾ 10:15 സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് നടന്നത്. മോളുള്ള കാരണം വേഗം ഓടി നടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവള് കുറച്ച് നടക്കുമ്പോ അവൾക്ക് ക്ഷീണം എടുക്കാനൊക്കെ പറഞ്ഞു. അപ്പൊ എടുത്തിട്ടൊക്കെ നടന്ന കാരണം നമ്മൾ പതുക്കെയാണ് നടന്നത്. അപ്പൊ ഒരു 3/4 മണിക്കൂർ എടുത്തു കേട്ടോ ഞങ്ങള് ഗിരിവലം വെക്കാന്. ആളൊഴിഞ്ഞു, ഇവിടെ ആളൊഴിഞ്ഞു. നേരത്തെ ഒരു തിരക്ക് എന്തായിരുന്നു. ഇതാണ് കേട്ടോ എൻട്രൻസ്. ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ഗണപതിയുടെ ഒരു കോവിലുണ്ട്, അവിടെ പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മള് സ്റ്റെപ്പ് കയറി തുടങ്ങാൻ കേട്ടോ. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ മയിൽ വാഹനം, നമ്മുടെ മുരുകന്റെ മയിൽ വാഹനം ഉണ്ട് കേട്ടോ. നമ്മളെത്തിട്ടോ. ഇപ്പൊ സമയം 11:05 നേരെ ലിഫ്റ്റ് ആണ് കേട്ടോ. ലിഫ്റ്റിൽ നേരെ ഇറങ്ങുന്നതിന് നമ്മളാണ്. നമ്മള് കഴിഞ്ഞ തവണ ഈ റൂമിനെ കേട്ടോ, സെയിം റൂമിന് നമുക്ക് കിട്ടി. ലൈറ്റ് കേട്ടോ. നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വലിച്ചു വാരിയിട്ടുണ്ട് കേട്ടോ. വേലും പിന്നെ മുരുകന്റെ മുരുക എന്നുള്ള പേരും ഇല്ലേ, ആ ലൈറ്റ് ഓഫാക്കി. ബാക്കി മല നന്നായിട്ട് അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. ലൈറ്റ്സ് ഒക്കെ നമുക്ക് റൂമിൽ ഇരുന്നാലും പഴനിമല കാണാട്ടോ. അടിപൊളി കാണുന്നുണ്ട്. നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ അത്. അങ്ങനെ
മനസ്സ് നിറഞ്ഞ്. ഇനി നന്നായിട്ടൊന്ന് കിടന്നുറങ്ങണം. രാവിലെ നേരത്തെ നീറ്റ് 4 മണിക്കൊക്കെ 4:30 ആകുമ്പോഴേക്കൊക്കെ റെഡി ആവണം. 5 മണി ആകുമ്പോഴേക്ക് മല കയറണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കേട്ടോ പഴനിയിലെ രാത്രിയിലെ കാഴ്ചകള്. അപ്പൊ രാത്രിയിലെ കാഴ്ചകൾ ഇവിടെ കഴിഞ്ഞിട്ടോ ഈ ഇത്തവണത്തെ വരവിലത്തെ. അപ്പൊ ഇനി നാളെ രാവിലെ കാണാം. അപ്പൊ ഇങ്ങനെ ഞങ്ങള് രാവിലെ നീറ്റു കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിട്ടോ. ഇനിയിപ്പോ അമ്പലത്തിലേക്ക് മല കയറാൻ പോവാണ്. സമയം 5 മണിയായിട്ടോ. കറക്റ്റ് 5 മണിയായി. 4 മണിക്ക് 3:45 ആയപ്പോഴും നീറ്റ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ഏതായാലും മല കയറി വന്നിട്ട് ബാക്കി വിശേഷം. മോളിലേക്ക് ഫോൺ അലൗഡ് ഇല്ലാത്ത കാരണം നമ്മൾ ഫോൺ കൊണ്ടുപോകുന്നില്ല കേട്ടോ, ക്യാമറ. അപ്പൊ ഇനി പോയി വന്നിട്ട് വേണം. അപ്പൊ ഞങ്ങളങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് വന്നിട്ടോ. നല്ല തിരക്കായിരുന്നു. ഒന്നും പറയണ്ട, ഒന്നിനും നമുക്ക് സമയം കിട്ടില്ല. ഞങ്ങൾ 5 മണിക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് തിരുക്കോയിൽ ബാലസുബ്രഹ്മണ്യന്റെ തിരുക്കോയിൽ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. 6:30 തുറക്കാനും 6 മണിയാവും തുറക്കാനും കാരണം. അപ്പൊ ഞങ്ങൾ നേരെ മല കയറി. ഭയങ്കര തിരക്കിട്ടോ. ഇന്ന് വള്ളി ദേവിയുടെയും മുരുകഭഗവാന്റെയും തിരുക്കല്യാണ ദിവസം ആയതുകൊണ്ട് തന്നെ എന്തൊക്കെയോ സ്പെഷ്യൽ പൂജകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് തിരക്കുണ്ടായിരുന്നു. തിരക്കെന്ന് വെച്ചാല് ക്യൂല് കുറെ നേരം നിൽക്കേണ്ടി വന്നു. ഒരു 1.5 മണിക്കൂറിന്റെ അടുത്ത് നമ്മൾ ക്യൂ നിന്നിട്ടോ. തിരക്ക് എന്ന് പറയാൻ മാത്രം അത്ര തിരക്കില്ല, പക്ഷെ ക്യൂ നല്ല ടൈം എടുത്തു. അത് പൂജ നടക്കുന്നോണ്ടായിരിക്കും, എന്തെങ്കിലും സ്പെഷ്യൽ പൂജകളൊക്കെ നടക്കുന്നോണ്ടായിരിക്കും അവർ വഴി അടച്ചിട്ടിട്ട് ഇങ്ങനെ ക്യൂ നിർത്തിയിട്ട് ആണ് ചെയ്തിരുന്നത് തോന്നുന്നു. അതായിരിക്കും അത്ര സമയം എടുത്തത്. അപ്പൊ നമ്മുടെ പ്ലാനിങ് ഒന്നും നടന്നില്ല. ട്രെയിനിന്റെ ടൈമായി. ഇപ്പൊ സമയം 8:30. അപ്പൊ ഇനി 9 മണിയാകുമ്പോഴേക്ക് ട്രെയിൻ വരും. അപ്പൊ നമുക്ക് ഈ ട്രെയിനിൽ ഇരുന്ന് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പൊ ഓക്കെ, ട്രെയിൻ എത്താറായിട്ട് ഇപ്പൊ 8:30 ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. നമ്മൾ ഇവിടുന്ന് മല കയറാൻ ഏകദേശം ഒരു 1/2 മണിക്കൂർ എടുത്തു കേട്ടോ. 5:45 ആയപ്പോഴേക്കും നമ്മൾ മല കയറി. 5:50 തുടങ്ങിയ ക്യൂ നമ്മൾ 6:15 വരെ ക്യൂ നിന്നു. 6:45 വരെ ക്യൂ നിന്നു. ഇനിയിപ്പോ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് പോവാണ്. ഇപ്പൊ 8:30 ആയിട്ടുണ്ട്. 9 മണിക്കാ ട്രെയിൻ, 9:15 ട്രെയിന്. പിന്നെ 15 മിനിറ്റ് നമ്മൾ ഇറങ്ങി കേട്ടോ. കയറുന്ന അത്ര സമയമില്ല ഇറങ്ങാൻ, പെട്ടെന്ന് ഇറങ്ങിയ സമയമില്ലാത്ത കാരണം. അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെത്തി. ഇതാണ് പഴനി സ്റ്റേഷൻ. ഇവിടെ ഇപ്പോൾ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളൊരു സമയം നമുക്ക് കിട്ടിയിരുന്നില്ല കേട്ടോ. ട്രെയിൻ മിസ്സാവണ്ടെന്ന് കരുതിയിട്ട് വേഗം സ്റ്റേഷനിലേക്ക് വന്നു. എന്നിട്ടിപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഒരു ചായ വാങ്ങി കുടിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇഡ്ഡലിയും ഉഴുന്നുവടയും വാങ്ങി. നമുക്ക് ട്രെയിനിൽ ഇരുന്നിട്ട്, ട്രെയിനിൽ തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ട്രെയിൻ കയറി കഴിഞ്ഞാൽ ട്രെയിനിൽ ഇരുന്ന് കഴിക്കാമെന്ന് കരുതി വാങ്ങിയതാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഈ ട്രെയിന് പഴനി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 9:10 എടുക്കുന്ന ട്രെയിനാണ് കേട്ടോ. 9:10 എടുത്തു കഴിഞ്ഞാൽ ഒരു 11:30 ഒക്കെ ആകുമ്പോഴേക്കും കോയമ്പത്തൂർ എത്തും. എന്നിട്ട് ഈ ട്രെയിൻ തന്നെയാണ് നമുക്ക് വീണ്ടും കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്നത്. വൈകുന്നേരം ഒരു 5 മണിയോടുകൂടെ നമ്മൾ കുറ്റിപ്പുറത്ത് എത്തി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.